നല്ല മഴയാണ് ഗൈസ്, നല്ല അടിപൊളി മഴ പെയ്യുന്നു. ഇവിടാണ് മറ്റേ പോച്ചയൊക്കെ ചെത്തി ക്ലീൻ ചെയ്തെന്ന് ഞാൻ ഒരു ബ്ലോഗിൽ ചെയ്തില്ലായിരുന്നു. അത് ഇവിടാണ്. ഇവിടെ ഒരു കാർ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ് വരുന്നത്. ഇവിടെ നമ്മളെ സുപ്രീം കാർ മേടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലം. അതുവരെ ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ കാടും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നല്ല മഴയാണ് ഗൈസ്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, രാവിലെ ഇങ്ങനെ ഇറങ്ങിയതല്ലേ, അപ്പം നല്ല ഭയങ്കര ചെളിയും ഒക്കെ ആയിട്ട് കിടക്കുന്നു. ഭയങ്കര മഴയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത മഴ. കണ്ടില്ലേ നിങ്ങൾ? നല്ല മഴയാണ്. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. ഞാനിപ്പോൾ വീട്ടിലുള്ള, പുറത്തോട്ടൊന്നും പോയില്ല. എന്താ പറയുക, ഒരു വൈബാണ് രാവിലെ മഴയൊക്കെ കേൾക്കുമ്പോൾ. ഓരോ ആൾക്കാർ വലിയോട്ടൊക്കെ പോയി നിൽക്കുന്ന എന്താ അവസ്ഥ, ഓരോരോ മഴ കൊണ്ടുള്ള ഓരോരോ സംഭവങ്ങളെ. ഇതാണ്, ഇവിടൊക്കെയാണ് നല്ല മഴ കണ്ട്. എന്താ നല്ല മഴയുടെ ഒരു കോളുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തോട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഗൈസ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഇതെൻ്റെ ഫാദറിൻ്റെ വണ്ടിയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നല്ല വിശേഷം. പക്ഷെ മഴയുടെ ഒരു സാധനം കണ്ടപ്പോൾ ചെറിയൊരു ബ്ലോഗ് ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. ആൾക്കാർ നടക്കാനൊക്കെ പോകുന്നുണ്ട് ഈ സമയത്ത്. ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ മഴ എന്ന് പറയുന്നത്. പിന്നെ എന്താ, ഒരു വല്ലാത്തൊരു വൈബെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ എൻ്റെ ചെരുപ്പ് ഞാൻ ഇടുന്നു കയ്യിൽ. ചെരുപ്പ് രാവിലെയൊക്കെ എന്നിട്ട് എവിടെയും ഇറങ്ങാത്തതാണ്. പക്ഷെ മഴ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. കാറ്റാടി തണലും തണലത്തൊരു മതിലും. നല്ല സംഭവമാണ് ഗൈസ്. മഴയെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മഴ, വേറെ ലെവൽ സാധനം. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഴയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഉള്ളവർ മാത്രമാണെങ്കിൽ കമൻറ്റ് ചെയ്യാതെ അടിപൊളിയായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മഴയത്ത് ഇങ്ങനെ നടക്കാനൊക്കെ. എന്തോ രസമാണ്. ഇവിടൊക്കെ ഞാൻ ഇതിൽ കൂടെ എപ്പോഴും പുറത്തോട്ടൊക്കെ പോകുന്ന ഗൈസ്. നല്ല മഴയാണ്. അടുത്തടുത്തൊക്കെ വീടുകളൊക്കെ കുറേ ഉണ്ട്. ഇങ്ങനെ ഇറങ്ങി നടന്ന് ചെറിയ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട് അടുത്തടുത്ത്, വണ്ടികളൊക്കെ പണിയുന്നു. ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷം. പിന്നെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയത് നല്ല രസമായി. ഇവിടുത്തെ റോഡിലൊക്കെ പല സമയത്ത് വന്നിരിക്കുക. അവിടാണ് ഈ ആൾക്കാരൊക്കെ കയറി നിൽക്കുന്ന സ്ഥലം. നമുക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ് പോയാലോ ഗൈസ്. വണ്ടിയൊക്കെ വരുന്ന സൂക്ഷിച്ച് ഇറങ്ങണം, അല്ലെങ്കിൽ പണിയാണ്. ഇതാണ് ഞങ്ങൾ നടക്കാൻ പോകുന്നതിനുള്ള എൻട്രി ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ മൈതാനം എത്തും. പിന്നെ അവിടെ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പൊക്കെ അവിടെ ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. ഞാനിങ്ങനെ നടന്ന് നമ്മളെ ഇതാണ് ഇവിടുത്തെ ആശ്രമത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി.
ഇവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാർക്ക് ഇങ്ങനെ നടക്കാൻ പോകുന്ന സ്ഥലമാണ് ഗൈസ്. നടക്കാൻ പോകുന്ന സ്ഥലമാണ്. അടുത്ത തന്നെ ഹോട്ടലൊക്കെ ഉണ്ട്. പരണ്ട് തൊട്ടേ ഉള്ള ഒരു ഹോട്ടലാണിത്. സ്നേഹ ഹോട്ടൽ എന്നാണ് പേര്. നമ്മൾ ഇപ്പം ആരൊന്നുമില്ല, എല്ലാവരും മരമൊക്കെ ആയിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. പക്ഷേ നല്ല വൈബായി മഴ സമയത്ത് അവിടെ നിൽക്കുമ്പം ഒരു വല്ലാത്തൊരു വൈബാണ് ഗൈസ്. ഞാനൊക്കെ എപ്പോഴും ഈ ഒരു ടൈമിൽ അവിടെയൊക്കെ വന്നിരിക്കാനുള്ളതാണ്. ഭയങ്കര ഇവിടെ മഴയൊക്കെ വന്നാൽ ഭയങ്കരമായിട്ട് ചെളിയൊക്കെ കെട്ടിക്കിടക്കും, ഭയങ്കര ലാഗാണ് ഗൈസ്. പക്ഷെ മഴ സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് നിങ്ങൾ അവിടുത്തെ റോഡ് കാര്യങ്ങളൊക്കെ. അടിപൊളിയാണ് ഗൈസ്, അടിപൊളിയാണ്. അപ്പം ഇത് ഞാൻ ജസ്റ്റ് എടുത്തുകൊണ്ട് ഞാൻ നിർത്തുക. പക്ഷെ ഇതാണ് നമ്മളെ വെറൈറ്റി സംഭവം. ഇവിടൊക്കെയാണ് നല്ല കാഴ്ചകൾ കിടക്കുന്നത്. ഞാൻ നിങ്ങൾക്കതൊന്ന് കയറി കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ അറിയും. കുറേ ആൾക്കാരൊക്കെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. എന്താ പറയുക, മഴ സമയത്ത് മാത്രമേ ഉള്ളൂ, എല്ലാ സമയത്തും വന്നിരിക്കും. ഇവിടെയൊക്കെ നല്ല ക്ലിയറായി കിടക്കുമ്പോൾ മാത്രമേ ആൾക്കാരൊക്കെ വന്നിരിക്കാറുള്ളൂ. ഇല്ലല്ലേ, ആൾക്കാരൊക്കെ വന്നിരിക്കുന്നു. ഓരോരോ ആക്ടിവിറ്റീസുകളൊക്കെ അവർ ചേട്ടോ ഒരു ഹായ് പറ, ഒരു ഹായ് പറ, ഒരു ഹായ് പറ. യൂട്യൂബാ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മളെ കൊല്ലം ആസാംകാരുടെ ഓരോരോ പ്രത്യേകതകളൊക്കെയാണ് ഗൈസ്. ഇതാണ് നമ്മളെ യൂണിയൻ ഡ്രൈവിംഗ് സ്കൂൾ. ഇവിടെയാണ് നമ്മൾ എല്ലാവരും ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ വരുന്നത്. മറ്റേത് എന്താ പറയുക, ഈ ഡ്രോയിങ് പെയിൻറ്റിങ് ഒക്കെ സംഭവമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പഠിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെയാണ്. നല്ല വൈബായി മഴ സമയത്ത്. എനിക്ക് നിങ്ങളൊക്കെ ഇതെടുത്ത് കാണിക്കാൻ തോന്നി, നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഈ മഴയിൽ നനഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഫാമിലി ആണല്ലോ എനിക്ക് പ്രധാനം. നല്ല വൈബാണ് ഗൈസ്, നല്ല ക്ലൈമറ്റാണിപ്പം. ചൂട് ഉള്ള സമയത്ത് ഭയങ്കര നിൽക്കുന്നതെന്ന് വെച്ചാൽ കൊല്ലം സുപ്രീമാണ് ഗൈസ്. അവരാണ് മറ്റേ പ്ലോട്ട് വാങ്ങിയത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഗായ്സ്.